പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ 24-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലാജിത് ഭാസ്കരവർമാച യശോധർമാച ഹൂണജിത് ശ്രീകൃഷ്ണദേവരായശ്ച ലളിതാദിത്യ ഉദ്ഭല. ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് ഭാസ്കരവർമ്മയെക്കുറിച്ചാണ്. മഹാഭാരതത്തിൽ പ്രാഗ്ജ്യോതിപുരത്തെ രാജാവായിരുന്ന ഭഗദത്തൻ ദുര്യോധനന്റെ ഭാഗത്ത് ചേർന്നാണ് യുദ്ധം ചെയ്തത്. ആ ഭഗദത്തന്റെ പിന്മുറക്കാരനായിരുന്നു 320 മുതൽ 374 വരെ പ്രാഗ്ജ്യോതിഷപുരം ഭരിച്ച പുണ്യവർമ്മൻ. പുണ്യവർമ്മന്റെ വംശത്തിലെ 13-ാമത്തെയും അവസാനത്തെയും രാജാവായിരുന്നു പ്രാഗ്ജ്യോതിഷപുരം, അതായത് ഇന്നത്തെ അസം ഭരിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഭാസ്കരവർമ്മ. ജ്യേഷ്ഠനായിരുന്ന സുപ്രതിഷ്ഠവർമ്മൻ രാജാവായി 1 വർഷത്തിനുള്ളിൽ മരണമടഞ്ഞപ്പോൾ സന്യാസിയാവാൻ തീരുമാനിച്ചിരുന്ന ഭാസ്കരവർമ്മനെ ജനങ്ങൾ നിർബന്ധിച്ച് രാജാവാക്കി. അദ്ദേഹം ആജീവനാന്തം ബ്രഹ്മചാരിയും വൈഷ്ണവ ഭക്തനുമായി തന്നെ കഴിഞ്ഞു. അതോടൊപ്പം വീരനും ന്യായപ്രിയനും കലാവിദ്യ, മതം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നവരുമായ രാജാവായിരുന്നു. ശ്രീകൃഷ്ണൻ വധിച്ച നരകാസുരൻ ഭരിച്ച പ്രദേശമാണ് അസം. നരകാസുരന്റെ ചിഹ്നമായ ഛത്രം ഭാസ്കരവർമ്മന്റെ കയ്യിലുണ്ടായിരുന്നു. സിംഹാസനത്തിലേറിയ ഉടനെ തനിക്കു ചുറ്റുമുള്ള ശത്രുക്കളെ നേരിടാൻ ഭാസ്കരവർമ്മൻ ഉറ്റ സുഹൃത്തുക്കളെ തേടി. ആ അന്വേഷണം ചെന്നെത്തിയത് ദാനേസരിയിലെ ഹർഷവർദ്ധനിലാണ്. തൻ്റെ വിശ്വസ്തനായ ഹംസവേഗനെ ഹർഷവർദ്ധന്റെ അടുത്തേക്ക് അയച്ചു. 600-650 വരെ ഭരിച്ച ഭാസ്കരവർമ്മനും 605 മുതൽ 647 വരെ ഭരിച്ച ഹർഷവർദ്ധനും തമ്മിലുള്ള ചങ്ങാത്തം 40 വർഷം നീണ്ടുനിന്നു. ഭാരത ചരിത്രത്തിലെ ഏറ്റവും ഉറ്റ സുഹൃത്തുക്കളായ ഭരണാധികാരികളായിരുന്നു ഇവർ. രണ്ടുപേരും ചേർന്ന് ബംഗാളിലെ രാജാവായ ശശാങ്കനെ തോൽപ്പിച്ച് ബംഗാൾ പങ്കിട്ടെടുത്തു. ഭഗദത്തന്റെ കിരീടം, നരകാസുരന്റെ ഛത്രം, വിഷം തൊട്ടാൽ നിറം മാറുന്ന മണി എന്നിവ ഭാസ്കരവർമ്മൻ ഹംസവേഗന്റെ കയ്യിൽ സമ്മാനങ്ങളായി ഹർഷവർദ്ധന് കൊടുത്തയച്ചു. ഏതാപത്തിലും താൻ ഭാസ്കരവർമ്മന്റെ കൂടെ ഉണ്ടാകുമെന്നും ഒരിക്കലും അസം ആക്രമിക്കില്ലെന്നും ഹർഷവർദ്ധൻ വാക്കുകൊടുത്തു. ചൈനീസ് സഞ്ചാരിയും ബുദ്ധമത പണ്ഡിതനുമായ ഹുയാൻ സാങ് അക്കാലത്ത് നളന്ദയിൽ താമസിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തെ കാമപുരത്തിലേക്ക് അയക്കാനുള്ള ഭാസ്കരവർമ്മന്റെ അഭ്യർത്ഥന നളന്ദ സർവകലാശാലയുടെ കുലപതിയായിരുന്ന ശീലഭദ്രൻ തള്ളിക്കളഞ്ഞു. എന്നാൽ ഹർഷവർദ്ധന്റെ ഇടപെടൽ മൂലം ഹുയാൻ സാങ് കാമരൂപത്തെത്തി. തൻ്റെ 2 രാജാക്കന്മാരും ഹുയാൻ സാങ്ങും പങ്കെടുത്ത വിശാലമായ ശോഭയാത്രയ്ക്ക് ശേഷം 25 ദിവസം നീണ്ട മതസമ്മേളനം നടന്നു. ഭാസ്കരവർമ്മൻ അതിന് നേതൃത്വം നൽകി. പ്രാഗ് ജ്യോതിഷത്തിന് 1700 മൈൽ അതിർത്തി ഉണ്ടായിരുന്ന ചീന മുതൽ ഗംഗ വരെ ആ രാജ്യം പരന്നുകിടന്നെന്നും ഹുയാൻ സാങ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സമ്മേളനത്തിൽ വെച്ച് ഭാസ്കരവർമ്മൻ പുറപ്പെടുവിച്ച ഒരു ചെമ്പേട് 1942 ഷേഖ് അഷ്റഫ് എന്നയാളിൻ്റെ കൃഷിസ്ഥലത്തു നിന്നും ലഭിക്കുകയുണ്ടായി. അതായത് 1300 വർഷത്തോളം അത് മണ്ണിൽ കിടന്നു. ഭാസ്കരവർമ്മന്റെ പൂർവികൾ തങ്ങൾക്ക് കരമൊഴിവാക്കി തന്ന ഭൂമിക്ക് ഉദ്യോഗസ്ഥർ കരം ചോദിക്കുന്നുവെന്ന് പരാതി പറഞ്ഞ് സമ്മേളന സ്ഥലത്തെത്തിയ ഏതാനും ബ്രാഹ്മണരോട് തെളിവ് എന്താണെന്ന് രാജാവ് ചോദിച്ചു. തൻ്റെ പുര കത്തിപ്പോയെന്നും അന്ന് നശിച്ച താളിയോലയുടെ ഒരു ഭാഗം മാത്രമേ കയ്യിലുള്ളൂ എന്നും പറഞ്ഞ് ബ്രാഹ്മണൻ കരിഞ്ഞ താളിയോല അദ്ദേഹത്തിന് മുന്നിൽ വെച്ചു. ചെമ്പേടിൽ രേഖപ്പെടുത്തിയ മുദ്ര വെച്ച ഒരു ആധാരപത്രം രാജാവ് ബ്രാഹ്മണർക്ക് ഉടനെ നൽകി. അതേ ചെമ്പേടാണ് 1942 ഖനനം ചെയ്ത് കിട്ടിയത്. പ്രയാഗിൽ 75 ദിവസം നീണ്ടുനിന്ന ഒരു മതസമ്മേളനം ഹർഷവർദ്ധ ചക്രവർത്തി സംഘടിപ്പിച്ചപ്പോൾ ഹുയാൻ സാങ്ങും ഭാസ്കരവർമ്മനും അതിൽ പങ്കെടുത്തു. ബ്രാഹ്മണനും വൈഷ്ണവനും ആയിരുന്ന ഭാസ്കരവർമ്മനും ആദ്യം ശൈവമതക്കാരനും പിന്നീട് ബൗദ്ധമതത്തോട് ചൈവുള്ളവനുമായി തീർന്ന ക്ഷത്രിയനായ ഹർഷവർദ്ധനും ചൈനക്കാരനും ശുദ്ധ
ബൗദ്ധ മതാചാര്യനുമായ ഹുയാൻ സാങ്ങും തമ്മിലുണ്ടായിരുന്ന ഈ മിത്രത ഭാരതത്തിൻ്റെ മതസാഹോദര്യത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് എന്നറിയുക. ഭാസ്കരവർമ്മന് പിൻഗാമികളില്ലാത്തതിനാൽ ശാലസ്തംഭൻ എന്ന ഒരു രാജാവ് രാജ്യാധികാരമേറ്റു. രാജവംശങ്ങൾ നിരവധി മാറിയെങ്കിലും പൂർവ്വഭാരതത്തിലെ ജനജീവിതത്തിൽ ഭാസ്കരവർമ്മന്റെ കാലഘട്ടം ഇന്നും സുവർണ കാലഘട്ടമായിട്ട് നാം സ്മരിക്കുന്നു. ആ മഹാത്മാവിനെ നാം ഏകാത്മതാ സ്തോത്രത്തിലൂടെ പ്രണമിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.